ഹലോ മക്കളെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടൈം എക്സാം അടുത്തെത്താറായിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ മലയാളവും അതുപോലെ തന്നെ മാത്സും ഇംഗ്ലീഷും എല്ലാം നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരിക എന്നുള്ളത് എൻ്റെ കുഞ്ഞു മക്കൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അതായിട്ടാണ് അതെങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏതൊക്കെയാണ് പേപ്പറാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉള്ളത് എന്നുള്ള കാര്യങ്ങളാണ് മിസ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ മലയാളം പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഗണിതം പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട് കോമൺ ആയിട്ട് എല്ലാവരും അല്ലേ. അപ്പോൾ നമുക്ക് ഉണ്ടായിരിക്കുക മലയാളവും അതുപോലെ തന്നെ EVSും അതുപോലെ തന്നെ മാത്സും ഗണിതം അല്ലേ. ഈ കാര്യങ്ങൾ കൂടിച്ചേർന്ന് ഒരൊറ്റ എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കുക. അതാണ് എന്ത്, നമ്മുടെ ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ ഉദ്ഗ്രഥനം എന്ന് പറയുന്ന പേപ്പർ. അതിലേതൊക്കെയായിരിക്കും ഉണ്ടായിരിക്കുക? ഒന്ന് നമ്മുടെ മലയാളമാണ്, നമ്മുടെ ലാംഗ്വേജ് ആണ്, ഭാഷയാണ്. അടുത്തത് ഏതായിരിക്കും? ഗണിതമാണ്. അതുപോലെ തന്നെ പരിസര പഠനം EVS എന്ന് നമ്മൾ പറയും. അത് സെപ്പറേറ്റ് ഒരു സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നില്ല, പക്ഷെ അതിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാനായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പേപ്പറിനെയാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ എന്ന് പറയുക. ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ ഉദ്ഗ്രഥനം. ഓക്കെ, അപ്പോൾ അതും അതുപോലെ തന്നെ ഇംഗ്ലീഷ് പേപ്പറും ആയിരിക്കും കോമൺ ആയിട്ട് എല്ലാ കുട്ടികൾക്കും ഉണ്ടായിരിക്കുക. 1ാം ക്ലാസ്സിലാണെങ്കിലും 2ാം ക്ലാസ്സിലാണെങ്കിലും കോമൺ ആയിട്ട് ഇൻ്റഗ്രേഷനും അതുപോലെ തന്നെ ഇംഗ്ലീഷ് എക്സാമും ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഏതൊക്കെയാണ് നമ്മുടെ ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ ഉദ്ഗ്രഥനത്തിൽ വരുന്നത്? ഒന്ന് നമ്മുടെ ഭാഷ, ഓക്കെ. രണ്ടാമത് മാത്സ് ആണ്, ഓക്കെ. മൂന്നാമത്തേതാണ് നമ്മുടെ EVS അല്ലെങ്കിൽ പരിസര പഠനം. ഓക്കെ, അത് നമ്മൾ സബ്ജക്റ്റായിട്ട് വേറൊരു സബ്ജക്റ്റായിട്ട് പഠിക്കുന്നത് 3ാം ക്ലാസ് മുതലാണ്. 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും നമ്മൾ വേറൊരു സബ്ജക്റ്റായിട്ട് EVS അല്ലെങ്കിൽ പരിസര പഠനം പഠിക്കുന്നില്ല. പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് നോക്കുന്ന സമയത്ത് പ്രവർത്തനങ്ങളുടെ കൂടെ പരിസര പഠനം അല്ലെങ്കിൽ EVS എന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാം നടക്കുന്നത് 3 ദിവസങ്ങളിലായിട്ടാണ്. ഫസ്റ്റ് ഡേ ഇൻ്റഗ്രേഷൻ 1 ആയിരിക്കും. ഇൻ്റഗ്രേഷൻ ഡേ 1. ഉദ്ഗ്രഥനം 1ാം ദിവസം. രണ്ടാമതായിട്ട് ഇൻ്റഗ്രേഷൻ ഡേ 2. ഉദ്ഗ്രഥനം 2ാം ദിവസം. മൂന്നാമതായിട്ട് ഇൻ്റഗ്രേഷൻ ഡേ 3. ഉദ്ഗ്രഥനം 3ാം ദിവസം. അങ്ങനെ 3 ദിവസങ്ങളിലായിട്ടാണ് നമ്മുടെ ഇൻ്റഗ്രേഷൻ്റെ എക്സാം നടക്കുന്നത്. മനസ്സിലായോ? ഇംഗ്ലീഷ് എക്സാമും ഉണ്ട്. അതുകൂടാതെ ഇൻ്റഗ്രേഷൻ 3 ദിവസങ്ങളിലായിട്ടാണ്. ഡേ 1, ഡേ 2, ഡേ 3. 1ാം ദിവസം, 2ാം ദിവസം, 3ാം ദിവസം. അങ്ങനെ 3 ദിവസങ്ങളിലായിട്ടാണ് നിങ്ങൾക്ക് എക്സാം നടക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ ആണല്ലോ? ഇനി ഈ 3 ദിവസങ്ങളിലായിട്ട് നടക്കുന്ന ഈ ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ ഉദ്ഗ്രഥനം എന്ന പരീക്ഷയിൽ ടോട്ടൽ എത്ര എണ്ണമാണുള്ളത്? 12 വർക്ക്ഷീറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് 12 പ്രവർത്തനങ്ങളായിരിക്കും മക്കൾക്ക് ചെയ്യാനായിട്ടുണ്ടായിരിക്കുക. ഓക്കെ ആണല്ലോ? 12 പ്രവർത്തനമുണ്ട്. അതിൽ 3 ദിവസങ്ങളിലായിട്ടാണ് ഈ ഒരു എക്സാം നടക്കുന്നുണ്ടായിരിക്കുക. അതിൽ തന്നെ 1ാം ദിവസം നമ്മുടെ ഇൻ്റഗ്രേഷൻ ഡേ 1 അല്ലെങ്കിൽ ഉദ്ഗ്രഥനം ഡേ 1 1ാം ദിവസത്തിൽ എത്ര ആക്ടിവിറ്റീസ് ആണ്? 4 പ്രവർത്തനങ്ങളായിരിക്കും നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കുക. വർക്ക്ഷീറ്റ് ആയിരിക്കും തന്നിട്ടുണ്ടായിരിക്കുക. അതുപോലെ ഡേ 2 ഇതുപോലെ തന്നെ 4 പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാനുണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഡേ 3 ഇതുപോലെ 4 പ്രവർത്തനങ്ങളായിരിക്കും മക്കൾക്ക് ചെയ്യാനായിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇതിൽ ഭാഷയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, അതുപോലെ പരിസര പഠനത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നമ്മുടെ മാത്സിലെ ഗണിതത്തിലെ ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. അപ്പോൾ ഗണിതം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മീഡിയംകാരാണെങ്കിൽ എന്തായിരിക്കും? ഇംഗ്ലീഷിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. മലയാളം മീഡിയം ആണെങ്കിൽ മലയാളത്തിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. ബാക്കിയെല്ലാം എങ്ങനെയാണ്? മലയാളത്തിൽ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ മിസ് ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് ഒരു സാമ്പിൾ പേപ്പർ കൊടുത്തിട്ടുണ്ട്. 2023-24 കഴിഞ്ഞ വർഷത്തെ 1ാം ക്ലാസ്സിൻ്റെ ഏതാണ്? സെക്കൻഡ് ടേം പേപ്പറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, നോക്കിക്കോ, ഫസ്റ്റ് 1 മൂല്യനിർണ്ണയേതനം എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ മധുരിമയുടെ ചിത്രപുസ്തകം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിറം കൊടുക്കാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, അവിടെ നമ്മൾ ഗ്രേഡ് ഒന്നും എഴുതുന്നില്ല. ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എൻ്റെ മക്കൾക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരിക്കും. അത് കൂടാതെ ഭാഷയിൽ നിന്ന് വരുന്നതാണ്. ഫസ്റ്റ്
ഭാഷയിൽ നിന്ന് വരുന്ന പ്രവർത്തനങ്ങളാണ് ബാക്കിയുള്ളത്. തത്തമ്മയും മക്കളും, അനുമോദന റാലി, പാടാം പാടാം, എൻ്റെ ഡയറി, കഥ പറയുന്ന കൂട്ടുകാർ, ഇതൊക്കെ ഭാഷയിൽ നിന്ന് വന്നിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അതുപോലെ തന്നെ മാത്തമാറ്റിക്സ്. ഓക്കെ, ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ ഇംഗ്ലീഷിലായിരിക്കും, അതുപോലെ മലയാളം മീഡിയം ആണെങ്കിൽ മലയാളത്തിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. ഫ്രൂട്ട്സ്, അതുപോലെ സ്പിൻ ദ വീൽ, വിൻ ദ പ്രൈസ്, ഹു ഈസ് ഹൈഡിങ്, ഹൗ മെനി ആർ ലെഫ്റ്റ് ഇൻ ദ ബോക്സ്. അതുപോലെ എത്ര പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട്? 4 പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ നെക്സ്റ്റ് വണ്ണാണ് പരിസര പഠനം അല്ലെങ്കിൽ EVS. അതും മലയാളത്തിൽ തന്നെയായിരിക്കും. കൂട്ടുകാരുടെ വിശേഷങ്ങൾ, നല്ല ശീലം പാലിക്കൂ, സമ്മാനം നേടൂ, പൂക്കൾ. അപ്പോൾ നമ്മുടെ പരിസരവുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പരിസര പഠനം എന്ന് പറയുന്നതിൽ നമ്മൾ പഠിക്കുന്നത്. അത് നമ്മൾ വലിയ ക്ലാസ്സിലൊക്കെ വരുന്ന സമയത്ത് സയൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കും. 3ാം ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് പരിസര പഠനം അല്ലെങ്കിൽ EVS എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയൊരു സബ്ജക്റ്റ് തന്നെ പഠിക്കാറുണ്ട്. ഇപ്പോൾ നമുക്ക് അങ്ങനെയില്ല, പക്ഷെ പ്രവർത്തനങ്ങൾ തരുന്ന സമയത്ത് ഇങ്ങനെ ഓരോ ഡിവിഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അതുപോലെ തന്നെ മക്കളെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മക്കൾക്ക് നോക്കിയാൽ അറിയാം, പ്രവർത്തനം 1 ഉണ്ണിയുടെ പൂന്തോട്ടം. അതായത് നിറം കൊടുക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യുക, അതിന് നല്ല ഭംഗിയായിട്ട് നിറം കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ നോക്കാം, പ്രവർത്തനം 2 പൂക്കൾ ചിരിക്കും പൂന്തോട്ടം. അപ്പോൾ വരികൾ കൂട്ടിച്ചേർക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഗ്രേഡ് എഴുതാനുള്ള ഒരു കോളവും നമുക്ക് കാണാം അല്ലേ. നിലവാര സൂചിക എന്ന് പറഞ്ഞിട്ടൊരു കോളവും നമുക്ക് കാണാം. അതുപോലെ നെക്സ്റ്റ് വൺ, പൂക്കൾ പലതരം, പൂക്കളെ തരംതിരിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ചുവന്ന പൂക്കൾ, അതുപോലെ ഓരോ കളർ കൊടുക്കുക, അങ്ങനെ നമുക്ക് എഴുതാനായിട്ട് പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതുപോലെ ഹായ് പൂക്കളം, കളത്തിൽ പൂക്കൾ വരയ്ക്കൂ, ഇതുപോലൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ മക്കൾക്ക് കാണാം എന്ത് എഴുതിയിട്ടുണ്ട്, ഉദ്ഗ്രഥനം 1ാം ദിവസം അല്ലെ, ഇൻ്റഗ്രേഷൻ ഡേ 1 എന്ന് നമുക്ക് കാണാം. എന്നിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് തരുന്നുണ്ടായിരിക്കുക. അപ്പോൾ നോക്കിക്കോ, 1 പ്രവർത്തനം, 2 പ്രവർത്തനം, 3, 4 എണ്ണമാണ് ഡേ 1 ഉണ്ടായിരിക്കുക. അത് കൂടാതെ ഒരു നിറം കൊടുക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാം. ഓക്കെ, അതുപോലെ തന്നെ ഉദ്ഗ്രഥനം 2ാം ദിവസം, അതിൽ എത്ര എണ്ണമുണ്ട്? പലഹാരങ്ങൾ പലതരം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രവർത്തനമുണ്ട്. അവിടെ നിലവാര സൂചികയും കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യാനൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ എക്സാം ടൈം ആകുമ്പോൾ നമുക്ക് റിവിഷനും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പോൾ എക്സാമിനെ കുറിച്ച് മക്കളെ യാതൊരു പേടിയും വേണ്ട കേട്ടോ. എല്ലാം നമ്മുടെ എക്സാമിനർ സെറ്റാക്കി തരും. നിങ്ങൾ എന്താ ചെയ്യുക, നമ്മുടെ ക്ലാസ് ഉള്ള ടൈമിൽ കറക്റ്റായിട്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് വന്നാൽ മാത്രം മതി. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് നമ്മളിലേക്ക് വന്നാൽ മാത്രം മതി. ഓക്കെ, ഇനി അടുത്ത പ്രവർത്തനം 7, നല്ല ആഹാരശീലങ്ങൾ. ഓക്കെ, അടുത്ത പ്രവർത്തനം തന്നിട്ടുണ്ട്, അടുത്തത് തന്നിട്ടുണ്ട്. അപ്പോൾ 4 എണ്ണമാണ് 2ാം ദിവസത്തിലുള്ളത്. ഇനി ഉദ്ഗ്രഥനം 3ാം ദിവസം. 3ാം ദിവസവും ഇതുപോലെ തന്നെ 1, 2, 3, 4 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ മക്കൾക്ക് കണ്ടാൽ മനസ്സിലാവും, 1ാം ദിവസത്തിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തെഴുതാൻ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും തരുന്നതെങ്കിൽ, നമ്മൾ 3ാം ദിവസത്തിലേക്കൊക്കെ കടക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു കഥ പൂരിപ്പിക്കാനോ അങ്ങനെയുള്ള കുറച്ചും കൂടെ ഒരു ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാം. ഇവിടെ നോക്കിയാൽ നമുക്കറിയാം, എന്താണ്, പഴത്തിലേക്ക് വരച്ച് ചേർക്കുക എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും യോജിച്ച പദങ്ങളും വാക്യങ്ങളും കണ്ടെത്തി കഥ പൂർത്തിയാക്കാൻ. ഓക്കെ, കഥ പൂർത്തിയാക്കാനുള്ള ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് ഇൻ്റഗ്രേഷൻ 3 നമുക്ക് പ്രതീക്ഷിക്കാം, ഡേ 3 പ്രതീക്ഷിക്കാം. ഡേ 1 ഇത്രയും വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും പൊതുവേ നമ്മൾ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ കാണും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. എങ്ങനെയാണ് വരിക എന്നുള്ളത് മനസ്സിലായോ? മലയാളവും അതുപോലെ തന്നെ മാത്സും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് 2 ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല, ഒരേ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും മലയാളം അതുപോലെ തന്നെ നമ്മുടെ EVS അതുപോലെ തന്നെ നമ്മുടെ മാത്സിനും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ടോട്ടൽ 12 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഓരോ ദിവസത്തിലും 4 എണ്ണം വീതം. ഓക്കെ, അപ്പോൾ മക്കൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് എല്ലാ ദിവസങ്ങളിലും നമ്മുടെ ക്ലാസ് ഉള്ള സമയത്ത് എന്ത് ചെയ്യണം, കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. നമുക്ക് നമ്മുടെ എക്സാമും അടിപൊളിയായിട്ട് തകർത്തെഴുതാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാ മക്കളും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. താങ്ക് യു മക്കളെ. അടുത്ത വീഡിയോയിൽ കാണാം.